ദുആഉൽ കർബ് വിഷമസമയത്ത് ചൊല്ലേണ്ട ശക്തമായ ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിഷമം, ടെൻഷൻ, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം എന്നിവ മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു അത്യന്തം ശക്തമായ ദുആയെക്കുറിച്ചാണ്. അതിൻ്റെ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദുആഉൽ കർബ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കർബ് എന്ന പദത്തിനർത്ഥം കഠിന വിഷമം എന്നാണ് അതിൻ്റെ അർത്ഥം. ദുആ എങ്ങനെയാണെന്ന് നോക്കാം. ദുആഉൽ കർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അർത്ഥം നോക്കാം. മഹാനായ സഹനശീലനുമായ അല്ലാഹു ഒഴികെ ആരാധനക്കർഹൻ ആരുമില്ല. മഹത്തായ അർശിന്റെ റബ്ബ് അല്ലാഹു മാത്രമാണ്. മഹത്തായ അർശിന്റെ റബ്ബ് അല്ലാഹു മാത്രമാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും മഹത്തായ അർശിന്റെയും റബ്ബ് അല്ലാഹു തന്നെയാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും മഹത്തായ അർശിന്റെയും റബ്ബ് അല്ലാഹു തന്നെയാണ്. ഈ ദുആ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രശ്നം വലിയതാണെങ്കിലും, നമ്മുടെ പ്രശ്നം വളരെ വലുതാണെങ്കിലും നമ്മുടെ റബ്ബ് അതിനേക്കാൾ മഹത്താണ് എന്ന്, അതിനേക്കാൾ എത്രയോ ഉന്നതിയിലാണ് നമ്മുടെ റബ്ബുള്ളത്. ഇതിൻ്റെ ഉറവിടം, അതായത് ഇതിൻ്റെ സോഴ്സ്, നമുക്ക് ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ സോഴ്സ് എവിടെയെന്ന് മനസ്സിലാവണം. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമ സമയങ്ങളിൽ ചൊല്ലിയിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി, അതേപോലെ തന്നെ സഹീഹ് മുസ്ലിം എന്നീ രണ്ട് പണ്ഡിതന്മാരും രണ്ട് പണ്ഡിത ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇനി ഇത് എപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത്, എപ്പോഴാണ് നമ്മൾ ഇത് ദുആ ചെയ്യേണ്ടത്? വലിയ മാനസിക സമ്മർദ്ദം ഉള്ള സമയത്ത്, വലിയ മാനസിക സമ്മർദ്ദം കൊണ്ട് അലട്ടുന്ന സന്ദർഭങ്ങളിൽ, അതേപോലെ തന്നെ വല്ലാതെ ഭയം തോന്നുന്ന സന്ദർഭങ്ങളിൽ, അതേപോലെ തന്നെ കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്തം കടബാധ്യത, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതുപോലെ തന്നെ ആരോഗ്യകരമായ വിഷയങ്ങളുള്ള സമയത്ത്, ആരോഗ്യത്തിൽ വലിയ ക്ലേശം, ആരോഗ്യ വിഷമങ്ങളുള്ളപ്പോൾ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ കണ്ണുനീരോടെ നമ്മുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഏതു സമയത്തും 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ആവർത്തിച്ച് പറയാവുന്ന ഒന്നാണ് ഈ ദുആഉൽ കർബ്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കാറ്റ് വന്നാലും, എത്ര വലിയ കോള് വന്നാലും അള്ളാഹുവിൻ്റെ കരുണ, അള്ളാഹുവിൻ്റെ കാരുണ്യം അതിനേക്കാൾ വലിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് മുതൽ ഈ ദുആ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഈ ദുആ ഉൾപ്പെടുത്തി നോക്കൂ. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും നീക്കി മനസ്സമാധാനം, എല്ലാവർക്കും വേണ്ടത് അതാണ്, മനസ്സമാധാനം. ഈ മനസ്സമാധാനം കിട്ടട്ടെ, നൽകട്ടെ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതിലും പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.